ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ഒരു പരീക്ഷ പോലെയാണെന്ന് പലർക്കും അറിയില്ല. പരീക്ഷ എന്ന് ഉദ്ദേശിച്ചത് ഇൻകം ടാക്സ് റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്വയമായി അസസ് ചെയ്ത് നമ്മുടെ ഇൻകം ഡീറ്റെയിൽ ഡിപ്പാർട്ട്മെന്റിന് സബ്മിറ്റ് ചെയ്യുന്നു മാത്രം. ഈ പരീക്ഷയിൽ പല പല പ്രശ്നങ്ങളും ഉണ്ടാവാം. ഒന്ന്, നമ്മുടെ കാൽക്കുലേഷനിൽ മിസ്റ്റേക്കുകൾ ഉണ്ടാവാം. രണ്ട്, ഇൻകം ടാക്സ് അറിഞ്ഞ ഇൻഫോർമേഷനും നമ്മൾ കൊടുത്തിട്ടുള്ള നമ്മുടെ ITR ഇൻഫോർമേഷനും തമ്മിൽ മിസ്മാച്ച് ഉണ്ടാവാം. ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഒത്തുനോക്കി ഇൻകം ടാക്സ് ഫയലിൽ ഇതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് പലരും അറിയുന്നില്ല എന്ന് മാത്രം. റിസൾട്ട് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ ഡിപ്പാർട്ട്മെന്റ് ഇതിനൊരു ഇന്റിമേഷൻ തരും. ഈ ഇന്റിമേഷനിൽ നമ്മൾ ഫയൽ ചെയ്ത റിട്ടേൺ ശരിയാണോ, അല്ല നമ്മൾ ഫയൽ ചെയ്തിട്ടുള്ള റിട്ടേണിൽ ക്ലെയിം ചെയ്തിട്ടുള്ള റീഫണ്ട് ശരിയാണോ, തെറ്റാണോ, അടച്ച ടാക്സ് ശരിയാണോ എന്നുള്ളത് കൃത്യമായി ഇന്റിമേഷനിൽ ഉണ്ടാവും. പക്ഷേ ഇന്റിമേഷൻ എന്ന് പറയുന്നത് പലർക്കും കോവിഡ് പോലെയാണ്. അതായത് കോവിഡിന്റെ കാലത്ത് നമുക്ക് അറിയാമായിരുന്നു, ടെസ്റ്റ് ചെയ്താൽ മാത്രമേ കോവിഡ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയുള്ളൂ. അതേപോലെ പലർക്കും ഇൻകം ടാക്സ് സൈറ്റിൽ മാത്രമേ ഈ ഇന്റിമേഷൻ അപ്ലോഡ് ചെയ്യുകയുള്ളൂ. ചില കേസുകളിൽ ഇത് നിങ്ങളുടെ മെയിൽ ബോക്സിലേക്ക് മെയിലായിട്ട് വരാറില്ല എന്നുള്ളത് ചുരുക്കം. സോ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ഇന്റിമേഷൻ മെയിലിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻകം ടാക്സ് പോർട്ടലിലോ അപ്ലോഡ് ആയിട്ടുണ്ടോ എന്നുള്ളത് റീചെക്ക് ചെയ്ത് ലോഗിൻ ചെയ്ത് റീചെക്ക് ചെയ്ത് നോക്കാം. ഈ ഇന്റിമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ രണ്ട് പോസിബിലിറ്റീസ് ആണ് ഉള്ളത്. ഒന്ന്, ഈ ഇന്റിമേഷനിൽ ഐദർ നമ്മൾ ഫയൽ ചെയ്ത റിട്ടേൺ അതേപോലെ അക്സെപ്റ്റ് ചെയ്തു എന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ റീഫണ്ട് കുറവായിട്ടാണ് പ്രോസസ് ചെയ്തിട്ടുള്ളത് എന്നോ, അല്ലെങ്കിൽ നിങ്ങൾ അധിക ടാക്സ് അടയ്ക്കണമെന്നോ ഈ ഇന്റിമേഷനിൽ ഉണ്ടാവാം. ഇതിനും പോംവഴികളുണ്ട്. ഡിപ്പാർട്ട്മെന്റ് പറയുന്ന ഈ കാര്യം ഐദർ ശരിയായിരിക്കാം അല്ലെങ്കിൽ തെറ്റായിരിക്കാം. ഡിപ്പാർട്ട്മെന്റ് പറയുന്ന ഈ കാര്യം ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് വളരെ പെട്ടെന്ന് തന്നെ അറിഞ്ഞാൽ നമുക്ക് ഐദർ റിട്ടേൺ റിവൈസ് ചെയ്ത് ശരിയായിട്ടുള്ള റിട്ടേൺ ഫയൽ ചെയ്യുകയോ വിത്ത് എ സ്മോൾ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് ശരിയായിട്ടുള്ള റിട്ടേൺ റിവൈസ് ചെയ്ത് ഫയൽ ചെയ്യുകയോ ഈ പ്രശ്നം അതോടുകൂടെ അവസാനിപ്പിക്കുകയോ ചെയ്യാം. എങ്ങാനും ഡിപ്പാർട്ട്മെന്റ് പറയുന്ന ഇന്റിമേഷനിലുള്ള കാര്യം തെറ്റാണ് എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമുക്ക് റെക്ടിഫിക്കേഷൻ ഫയൽ ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റ് പ്രൊസീജിയേഴ്സിലൂടെ നമുക്ക് ഇതിനെ റെസ്പോണ്ട് ചെയ്തതിനെ അപ്പം തന്നെ ശരിയാക്കുകയോ ചെയ്യാം. എങ്ങാനും നമ്മൾ ഇതൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇന്റിമേഷൻ വന്ന് അറിഞ്ഞിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ അറിഞ്ഞിട്ട് നമ്മൾ കൃത്യമായി വിത്തിൻ ടൈം ലിമിറ്റിനുള്ളിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യാതെയോ ഇരുന്നു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു വർഷങ്ങളിൽ റീഫണ്ട് ഉള്ള സമയത്ത് ഈ ഡിമാൻഡും എലോങ് വിത്ത് ഇൻട്രസ്റ്റും നമ്മുടെ റീഫണ്ടിൽ നിന്നും അത് വിത്ത്ഹോൾഡ് ചെയ്യാനും അല്ലെങ്കിൽ ഡിഡക്ട് ചെയ്യാനുമുള്ള സാധ്യതകളുണ്ട്. കുറേ അസസ്സുകൾ ഈ സമയത്ത് 16, 17, 17 18 അസസ്മെന്റ് ഇയറിലേക്ക് ഡിമാൻഡ് ഇപ്പോൾ വരുന്നുണ്ട്. ഞങ്ങളുടെ ഇന്ന് ടാക്സ് ഡിമാൻഡ് ചെയ്യണോ എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. സോ റിട്ടേൺ ഫയൽ ചെയ്തത് കൊണ്ട് നിങ്ങൾ എല്ലാം കഴിഞ്ഞു എന്ന ധാരണയിൽ ഇരിക്കരുത്. റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞും നിങ്ങളുടെ ടാക്സ് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്ത് നോക്കിയോ അല്ലെങ്കിൽ മെയിൽ ബോക്സുകൾ ചെക്ക് ചെയ്തിട്ടോ ഇന്റിമേഷനും അതിന്റെ റിസൾട്ടും എന്താണെന്നുള്ളത് നോക്കുക തന്നെ വേണം. താങ്ക് യു സോ മച്ച്.